സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം സന്തോഷത്തിൻ്റെ ഒന്നാമത്തെ ദൈവരഹസ്യമാണ്. മംഗളവാർത്ത അറിയിക്കുകയാണ്. പരിശുദ്ധി അമ്മയ്ക്ക് മംഗളവാർത്ത കൊടുക്കുന്നു. എന്നാൽ നമ്മളിത് ധ്യാനിക്കുമ്പോൾ നമുക്കുള്ള മംഗളവാർത്തയാണ്, അല്ലേ? ഈശോ മിശിഹ ജനിക്കാൻ പോകുന്നു എന്ന വിവരം പരിശുദ്ധ അമ്മ അറിഞ്ഞു. ഇന്ന് എന്നെ രക്ഷിക്കുവാൻ രക്ഷകൻ വരുന്നു എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ഞാൻ സന്തോഷിക്കും. എനിക്ക് ആനന്ദം നൽകും. എനിക്കത് സന്തോഷം നൽകുന്ന മനോഹര രഹസ്യമാണ്, അല്ലേ? സ്നേഹമുള്ള സഹോദരങ്ങളെ, ഞാനിപ്പോൾ ഈയിടെ ഒരു കാര്യം കണ്ടുപിടിച്ചു. ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോഴും ആ രഹസ്യം മുഴുവനും അങ്ങ് ചൊല്ലും ഞാൻ. കാരണം പല വിചാരം കൂടാതെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുകയായിരുന്നു. ധ്യാനിക്കാനൊന്നും പറ്റാത്തവർക്ക് എളുപ്പമായ മാർഗമാണ്. പരിശുദ്ധ ദൈവമാതാവ് ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുന്ന മംഗളവാർത്ത ദൈവൽപ്പനാൽ അറിയിച്ചു എന്ന് ധ്യാനിക്കാം. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നു. അങ്ങനെ 10 പ്രാവശ്യം ഈ രഹസ്യം ധ്യാനിക്കുക. ഇത് ചെല്ലുകയാണ്. 10 പ്രാവശ്യം ചെല്ലുമ്പോൾ ഇത് ആവർത്തിച്ച് നമ്മൾ ചെല്ലും തോറും നമ്മുടെ ചിന്തകൾ, വ്യക്തിപരമായ പ്രാർത്ഥനയിലാണ് ഇത് സാധ്യമാവുക. അങ്ങനെ വ്യക്തിപരമായ പ്രാർത്ഥനയാണ് ഇപ്പോൾ എനിക്ക് കൂടുതലുള്ളത്. ഇവിടെ കേരളത്തിൽ വന്നതിന് ശേഷം വ്യക്തിപരമായ പ്രാർത്ഥനയുള്ളൂ, കുടുംബ പ്രാർത്ഥനയില്ലല്ലോ. അതുകൊണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാൻ ശക്തിപ്പെടുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെയും കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ചെയ്യുകയാണ്. പരിശുദ്ധ ദൈവമാതാ ഓരോ രഹസ്യങ്ങളും മുഴുവനും ചൊല്ലി നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു കൃപാജീവിതം നിങ്ങൾക്കും വ്യക്തിപരമായ പ്രാർത്ഥനയിൽ വളരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധി അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.